സോ അഞ്ചാമത്തെ ഫാക്ടറാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫിഫ്ത്ത് ഫാക്ടറാണ് നാച്ചുറൽ സെലക്ഷൻ. സോ നാച്ചുറൽ സെലക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. സോ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇവല്യൂഷണറി പ്രോസസ്സാണ് ദാറ്റ് ലീഡ്സ് ടു ചേഞ്ചസ് ഇൻ അലീലിക് ഫ്രീക്വൻസി. സോ ഒരു പോപ്പുലേഷനിലെ ജീനിൻ്റെ അലീലിക് ഫ്രീക്വൻസീനെ ചേഞ്ച് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവല്യൂഷണറി പ്രോസസ്സാണ് നാച്ചുറൽ സെലക്ഷൻ. സോ ഇറ്റ് പ്രൊമോട്ട് അഡാപ്റ്റേഷൻ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇവല്യൂഷൻ. ഈ നാച്ചുറൽ സെലക്ഷൻ എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യണേ? അഡാപ്റ്റേഷനെ പ്രൊമോട്ട് ചെയ്യണു. എങ്ങനെ? ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇവല്യൂഷൻ. ഇവല്യൂഷൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് അഡാപ്റ്റേഷനെയാണ് നാച്ചുറൽ സെലക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഓരോ ഓർഗാനിസം അതിൻ്റെ നീഡ് അനുസരിച്ച്, അതിൻ്റെ ആവശ്യമനുസരിച്ച്, ചേഞ്ചിങ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അനുസരിച്ച്, അവരുടെ ബോഡിയിലുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് അതിൽ പുതിയ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് വരുന്നു. നമ്മൾ കുറേ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. സോ ഇത് അഡാപ്റ്റേഷനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ആസ് പ്രോഡക്റ്റ് ഓഫ് ഇവല്യൂഷൻ. ഇവല്യൂഷൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഫീച്ചേഴ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്ത്? നാച്ചുറൽ സെലക്ഷൻ. സോ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ജീൻ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരിക. എന്നാൽ മാത്രം ഒരു വേരിയേഷൻ വരിക എന്ന് പറഞ്ഞാൽ ജീൻ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ അലീലുകളിൽ ചേഞ്ച് വന്നാൽ മാത്രമേ അവരുടെ വേരിയേഷൻ സംഭവിക്കുകയുള്ളൂ. ആ വേരിയേഷനാണ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതാണ് ഇവല്യൂഷൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ അക്കോർഡിംഗ് ടു ഡാർവിൻ സർവൈവൽ ആൻഡ് ഫെർട്ടിലിറ്റി, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നമ്മൾ പറഞ്ഞു. അതുപോലെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ആണ് ഡാർവിൻ ഉദ്ദേശിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഡാർവിൻ സർവൈവൽ ആൻഡ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യണത് ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ ആണ്. പലതരത്തിലുള്ള റീപ്രൊഡക്ഷൻ, അതാണ് നമ്മുടെ ഡാർവിൻ്റെ സർവൈവൽ ആൻഡ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ മാറുന്ന എൻവയോൺമെൻറ്റൽ ചേഞ്ചിനനുസരിച്ച് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ചേഞ്ചിനനുസരിച്ച് ഓർഗാനിസത്തിനെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഫീച്ചേഴ്സുകൾ, അതിനനുസരിച്ച് ഓർഗാനിസം സർവൈവ് ചെയ്യുന്നു, അതുപോലെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കുന്നു. സോ സർവൈവൽ ആൻഡ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ആ ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷനെ സെലക്ഷൻ എന്ന് പറയുന്നു. സോ അവരേത് തരത്തിലാണോ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നേച്ചർ ഏതിനെയാണോ സെലക്ട് ചെയ്യുന്നത്. സോ ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെലക്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദേ കോൺട്രിബ്യൂട്ട് ജീനോടൈപ്സ്, പുതിയ ജീനോടൈപ്പുകളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെലക്ഷൻ നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? കോൺട്രിബ്യൂട്ട് ജീനോടൈപ്പ്, പുതിയ ജീനോടൈപ്പുകളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതൊരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനായിട്ട് മാറുന്നു. കോൺട്രിബ്യൂട്ട് ജീനോടൈപ്പ് ടു ദ ജീൻ പൂൾ, ആ ജീൻ പൂളിലേക്ക് പുതിയ ജീനോടൈപ്പുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിനുശേഷം അതൊരു പുതിയ ജനറേഷനായി മാറുന്നു അല്ലെങ്കിൽ ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറുന്നു. അപ്പോഴും അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജനറ്റിക് വേരിയേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്രീക്വൻസിയിൽ മാറ്റം വരുന്നു. ആ ജീൻ ഫ്രീക്വൻസിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ജനറ്റിക് ഇക്വിലിബ്രിയം തകരാറിലാവും അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവും. ജനറ്റിക് ഇക്വിലിബ്രിയം എപ്പോഴൊക്കെ ഡിസ്റ്റർബ്ഡ് ആവണോ അതെന്തായിട്ട് മാറുന്നു? ഒരു ഇവല്യൂഷണറി ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു, അതായത് ഇവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. സോ ഡിപ്പെൻഡ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഓർ ട്രേറ്റ്, ഏത് ടൈപ്പ് ക്യാരക്ടറാണോ അല്ലെങ്കിൽ ട്രേറ്റ് ആണോ ഫേവർ ചെയ്യണത്. സോ നേച്ചറിന് ഫേവർ ചെയ്യണത് ഏത് ടൈപ്പ് ക്യാരക്ടറാണോ അല്ലെങ്കിൽ ട്രേറ്റ് ആണോ അതിനനുസരിച്ചുള്ള സെലക്ഷനാണ് നടക്കുന്നത്. സോ നേച്ചറിന് ഫേവർ ചെയ്യണ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രേറ്റിനെ മാത്രം നേച്ചർ സെലക്ട് ചെയ്യുന്നു. സോ സെലക്ഷൻ ക്യാൻ പ്രൊഡ്യൂസ് എനി വൺ, ചിലപ്പോൾ ഒരു ക്യാരക്ടർ ആവാം അല്ലെങ്കിൽ സെവറൽ ഡിഫറെൻറ്റ് റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. സോ നേച്ചറാണ് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ വേരിയേഷൻസിനെ സെലക്ട് ചെയ്യണോ വേണ്ടയോ. സോ ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സെലക്ഷൻ സംഭവിക്കുന്നു. ആ സെലക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ പുതിയ ജീനോടൈപ്പ് ജീൻ പൂളിൽ ആഡ് ചെയ്യപ്പെടുന്നു, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ ജനറേഷൻ ഉണ്ടാകുന്നു. പുതിയ ജനറേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ജീൻ ഫ്രീക്വൻസിയിൽ മാറ്റം വരുന്നു, ജനറ്റിക് ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാറ്റം വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞ പുതിയ ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. സോ ഏത് തരത്തിലുള്ള ക്യാരക്ടേഴ്സോ ട്രേറ്റ് ആണോ എന്നുള്ളത് നേച്ചർ സെലക്ട് ചെയ്യും. നേച്ചർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നേച്ചർ ഏത് ഫീച്ചറാണോ ഫേവർ ചെയ്യണത്. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നേച്ചർ എങ്ങനെയാണ് പല പല ക്യാരക്ടേഴ്സിലെ ഓരോ ക്യാരക്ടറിനെ നേച്ചർ ഏത് തരത്തിലൊക്കെയാണ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത. സോ നേച്ചർ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ, സോ ഒരു ബോഡി സൈസ് ആവാം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിൻ്റെ ലെങ്ത് ആവാം, എന്തോ ആയിക്കോട്ടെ,
ഏത് ക്യാരക്ടറിനെയും നേച്ചർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? 3 തരത്തിലാണ് നേച്ചർ ഒരു ഓർഗാനിസത്തിൻ്റെ ഈ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്നത്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം.